ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥി ലിസ്റ്റുകൾ ഏകദേശം റെഡിയായിക്കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ റെഡിയായി എന്ന് തന്നെ പറയാൻ കഴിയും. ഏകദേശമുള്ള കാര്യങ്ങൾ. ഈ തൃശ്ശൂരിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി മത്സരരംഗത്തേക്ക് ഇറങ്ങിയപ്പോൾ സുരേഷ് ഗോപി ജയിക്കണം എന്നൊരു താല്പര്യം നരേന്ദ്രമോദിക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് തൃശ്ശൂരിലേക്ക് മോദി വരുന്നു, സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിന് വരുന്നു, മോദിയുടെ ആളാണ് സുരേഷ് ഗോപി എന്നുള്ള ഒരു നരേറ്റീവ് ഉണ്ടാക്കിയെടുക്കാൻ മോദിക്ക് കഴിഞ്ഞു അതിലൂടെ എന്നുള്ളതാണ്. ഇവിടെയും ചില സ്ഥാനാർത്ഥികൾ, കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചില സ്ഥാനാർത്ഥികളെ മോദി പ്രത്യേകമായി മോദിയുടെ പ്രത്യേക താല്പര്യ അടിസ്ഥാനത്തിൽ പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ളതാണ്, അല്ലെങ്കിൽ അതിലൊരു ഇടപെടൽ നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏത് സ്ഥാനാർത്ഥിയാണ് മോദി ഇടപെട്ട് കഴിഞ്ഞാൽ അവർ ജയിക്കുമെന്നുള്ളതാണ് ഇതുവരെ നമ്മൾ കണ്ടിട്ടുള്ളത്. അങ്ങനെ അതൊക്കെ ഏത് സ്ഥാനാർത്ഥികളാണ്, ജയിക്കാൻ സാധ്യത ഉള്ളവരാണോ? തൃശ്ശൂരില് ഇപ്പം ധന്യ പറഞ്ഞതുപോലെ മോദി ഇടപെട്ടായിരുന്നു. അല്ലെങ്കിൽ സുരേഷ് ഗോപി അദ്ദേഹത്തിൻ്റെ ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥിയാണ്, അല്ലെങ്കിൽ എനിക്ക് വേണ്ടപ്പെട്ടവനാണ്, തൃശ്ശൂർ അദ്ദേഹത്തെ ജയിപ്പിക്കണം, അതിനുവേണ്ടി അദ്ദേഹം വേണ്ടപ്പെട്ടവനാണെന്ന് കാണിക്കുന്നതിന് വേണ്ടി അദ്ദേഹം സമയമില്ലാത്ത സമയത്ത് പോലും, ഒരു സ്വന്തം ധനകാര്യമന്ത്രികളുടെ മകളുടെ കല്യാണത്തിന് പോലും പോകാൻ സമയമില്ലാത്തപ്പോൾ തൃശ്ശൂർ ആ കല്യാണത്തിന് വരികയും അത് സുരേഷ് ഗോപി എത്രത്തോളം മോദിക്ക് വേണ്ടപ്പെട്ടവനാണ്, ബി.ജെ.പിക്ക് വേണ്ടപ്പെട്ടവനാണെന്ന് കാണിക്കുന്നതിന് വേണ്ടി അത് സഹായിച്ചു. ഒരുപക്ഷെ രാഷ്ട്രീയക്കാരനായിട്ടുള്ള മോദി അതിനുവേണ്ടി കൂടിയായിരിക്കും വന്നത്. അപ്പം അതിനകത്ത് ഒരു തിരുത്തുണ്ട്. സുരേഷ് ഗോപി എന്നല്ല, ബി.ജെ.പിക്കാരെല്ലാവർക്കും എല്ലാ സ്ഥാനാർത്ഥികളും മോദിക്ക് വേണ്ടപ്പെട്ടത് തന്നെയാണ്. പക്ഷേ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ 140 ഇടത്തും ബി.ജെ.പിക്ക് സ്ഥാനാർത്ഥി ഉണ്ടാകും. ഈ 140 ഇടത്തും ബി.ജെ.പിക്ക് സ്ഥാനാർത്ഥി ഉണ്ടായാൽ ഇപ്പൊ എത്ര പറയുമ്പോഴും 140 ഇടത്തും ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥികൾ ജയിക്കത്തില്ലല്ലോ. അപ്പം ഈ കേരളത്തിൽ ബി.ജെ.പിക്ക് ഉള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, ബി.ജെ.പി ഒരു വലിയ കുഴപ്പമാണ്, ബി.ജെ.പി ഒരു വലിയ പ്രശ്നമാണ്, ബി.ജെ.പി അതുകൊണ്ട് അധികാരത്തിൽ വരേണ്ടതില്ല എന്ന് മാധ്യമങ്ങളും യു.ഡി.എഫും എൽ.ഡി.എഫും അല്ലെങ്കിൽ മനുഷ്യാവകാശ കമ്മീഷനും അല്ലെങ്കിൽ പ്രവർത്തകരും മറ്റൊരു മറിച്ച് റോഡേ പോകുന്നവർ വരെ താല്പര്യപ്പെടുന്നു, അഭിപ്രായപ്പെടുന്നതുമാണ് ബി.ജെ.പി വന്നാൽ ഏതാണ്ട് വലിയ കാര്യം സംഭവിക്കുമെന്ന്. അപ്പോൾ ആ കാര്യം സംഭവിക്കത്തില്ല. ബി.ജെ.പി ഇവരാരും പറയുന്നത് പോലെ അല്ല എന്ന് തെളിയിക്കണമെങ്കിൽ ബി.ജെ.പിക്ക് അതിനൊരു അവസരം കിട്ടണം. അതിനൊരു അവസരം ഉണ്ടാക്കിയെടുക്കുന്നതിന് അല്പം പാടുപെടേണ്ടി വരും. കേരളത്തിൽ പാടുപെട്ടുകൊണ്ടേ ഇരിക്കുകയാണ്. ഇപ്പോൾ കോർപ്പറേഷനകത്ത് വളരെ കാലത്തെ പാടുപെടിയതിന് ശേഷം അവരതിന് അവസരം ഉണ്ടാക്കി. അപ്പം പ്രത്യേക അതേ രീതിയിൽ ബി.ജെ.പിക്ക് അല്ലെങ്കിൽ ഇങ്ങനെയാണ് എന്ന്, അല്ലെങ്കിൽ ഇവരാരും പറയുന്നത് പോലെ അല്ല എന്ന് ഉള്ളതിന് ഒരവസരം ഉണ്ടാക്കുന്നതിന് ജയിക്കുന്ന കാൻഡിഡേറ്റിനെ വേണ്ടേ? അപ്പം ആ രീതിയിലാണ് ഈ പറയുന്നത് പോലെ ചില ആൾക്കാരെ അല്ലെങ്കിൽ ചില സ്ഥാനാർത്ഥികളെ നിങ്ങൾ പരിഗണിക്കണം, ഇന്നിടത്ത് നിർത്തണം. അവർക്ക് ബി.ജെ.പിക്ക് അപ്പുറം, ബി.ജെ.പിയോട് സ്ഥാനാർത്ഥി ആയാൽ പോലും ഇവർ ഈ പറയുന്ന പ്രചരണം അവർ വരുമ്പോൾ ഉണ്ടാകത്തില്ല. മെട്രോമാൻ വന്നപ്പം അതിനൊരു സാധ്യത വന്നായിരുന്നില്ല. അപ്പം അതേ രീതിയിലുള്ള സ്ഥാനാർത്ഥികളെ അവതരിപ്പിക്കുന്നതിന് വേണ്ടി, അപ്പം അങ്ങനെ ചില സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ അത്തരത്തിലൊരു സോഷ്യൽ എഞ്ചിനീയറിങ്ങിന് വേണ്ടി കേന്ദ്രം ഇടപെടുന്നു, അല്ലെങ്കിൽ അമിത്ഷാ ഇടപെടുന്നു, അല്ലെങ്കിൽ ബി.ജെ.പി താല്പര്യപ്പെടുന്നു, ഏറ്റവും അവസാനം മോദി താല്പര്യപ്പെടുന്നു എന്ന് വേണം കരുതാൻ. മോദി താല്പര്യപ്പെടുന്നത് കൊണ്ടാണല്ലോ ബി.ജെ.പി ഇപ്പോൾ ഇന്ത്യയിലുടനീളം ഓരോരുത്തടത്തും സാധ്യതയില്ലാത്തടത്ത് പോലും മോദി വരുമ്പോൾ സാധ്യമായി. ബീഹാറിൽ എന്തുമായിരുന്നു? ഏറ്റവും അവസാനം ഇലക്ഷനകത്ത് ബീഹാറിൽ ഇവിടെ വന്ന എല്ലാ സർവേയും എല്ലാ രാഷ്ട്രീയ നിരീക്ഷകരും പറഞ്ഞ് ബീഹാറിൽ ഈ പറയുന്ന നിതീഷ് കുമാറിൻ്റെ ഭരണം മോശമാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ രീതികൾ കൊണ്ടോ ഭരണത്തിനകത്ത് കുഴപ്പം കൊണ്ടോ അധികാരത്തിൽ വരത്തില്ലെന്നല്ലേ പറഞ്ഞു. പക്ഷെ മോദി ഇറങ്ങി അല്ലെങ്കിൽ അമിത്ഷാ ഇറങ്ങി അവിടുത്തെ കാര്യങ്ങൾ തീരുമാനിച്ചു, അല്ലെങ്കിൽ അവരെ പ്രവർത്തനത്തിന് മുൻപന്തി വന്നു കഴിഞ്ഞപ്പോൾ ബി.ജെ.പി ഒന്നാമതൊന്നല്ല, പ്രതിപക്ഷമില്ലാത്തൊരു ബി.ജെ.പിയിലേക്ക് വന്നു. അപ്പം ഇവിടെയും ഈ പറയുന്ന കേരളത്തിലും അതേ രീതിയിലേക്ക് കാര്യങ്ങൾ സാധ്യമാക്കാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ടാണ്, അത് അറിയുന്നത് കൊണ്ടാണ് ഞങ്ങൾ വിചാരിച്ചാൽ കൂടിയാൽ കൂടത്തില്ല, അതുകൊണ്ട് ബി.ജെ.പിയുടെ മോദി തന്നെ പറഞ്ഞു. അതുകൊണ്ട് തിരുവനന്തപുരത്ത് ബി.ജെ.പി ജയിച്ചതിന് ശേഷം മോദി വന്നത്, തിരുവനന്തപുരത്ത് ജയിക്കുന്നതിന് മുമ്പ് അവിടുത്തെ വോട്ടർമാരോട് രാജീവ് ചന്ദ്രശേഖരൻ പറഞ്ഞത്, ഈ നിങ്ങൾ ജയിപ്പിക്കണം, പിന്നെ തീരുമാനിക്കുന്നതെല്ലാം മോദിയാണ്, മോദി ഇവിടെ വരും, നമ്മളുടെ വികസനത്തിന് മോദി മാർഗനിർദ്ദേശം തരും, മോദി പറയുന്നത് പോലെ ഈ തലസ്ഥാനം വികസിപ്പിക്കും, ആ രീതിയിൽ. അപ്പം ഇവിടെയും കേരളത്തിൽ ബി.ജെ.പി എം.എൽ.എമാർ ഉണ്ടാകണം. അത് എത്രയെന്നുള്ളതല്ല, ഉണ്ടായാൽ ആ പ്രദേശം കൊണ്ട്, അല്ലെങ്കിൽ ആ ഉണ്ടാകുന്ന എം.എൽ.എമാരെ കൊണ്ട് കേരളത്തിൽ പ്രതിപക്ഷത്തും ഭരണപക്ഷത്തും ഒക്കെ വരാൻ പറ്റും. അപ്പം അതിന് യോഗ്യമായിട്ടുള്ളവർ വേണം. അങ്ങനത്തെ ഒരു സ്ഥാനാർത്ഥികൾ, അത് ഏറ്റവും ആദ്യം ഈ പറയുന്നത് പോലെ സ്ഥാനാർത്ഥികളെ ഇപ്പോൾ ഏതാണ്ട് ആദ്യം ജയിക്കാൻ സാധ്യതയുള്ള 40 സീറ്റ് 30 സീറ്റിലേക്ക് തീരുമാനിച്ചിട്ടുണ്ട്. ഈ 30 സീറ്റിൽ അവിടെ നിന്ന് പ്രവർത്തിച്ചാൽ, അല്ലെങ്കിൽ ജനത്തിന് താല്പര്യമുള്ള സ്ഥാനാർത്ഥികളെ ഇട്ടാൽ
ജയിച്ചിരിക്കുന്നത് സാങ്കേതികമായിട്ടാണ് ഇപ്പൊ ഈ 30 ഒരുപക്ഷെ LDF UDF ജയിച്ചിരിക്കുന്നത്. BJP യുടെ വൃത്തിയായിട്ട് പണി ചെയ്താൽ, BJP ഇന്നതാണെന്ന് ബോധ്യപ്പെടുത്താൻ സാധിച്ചാൽ, BJP യുടെ കാൻഡിഡേറ്റ് ജനത്തിന് താല്പര്യമുള്ളതായാലും അവിടെയൊക്കെ ജയിക്കും. അപ്പൊ 30 ഏറ്റവും ആദ്യം സ്ഥാനാർത്ഥികൾക്കകത്ത് വരും. ഒന്ന് ശ്രീലേഖ വരും, ഷോൺ ജോർജ് വരും, നേമത്ത് രാജീവ് ചന്ദ്രശേഖരൻ വരും, അതുപോലെ മഞ്ചേശ്വരത്ത് ഈ പറയുന്ന വരും, കഴക്കൂട്ടത്ത് V മുരളീധരൻ വരും. അതിനകത്ത് ഈ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ BJPക്ക് അപ്പുറമായിട്ട് ഇപ്പം നമ്മൾ ഈ കാണുമ്പം പരിചയവും അല്ലെങ്കിൽ കാര്യങ്ങളും ഒരു രാഷ്ട്രീയക്കാരും ഒക്കെ ആകുന്ന ആൾക്കാർക്ക് ആ ഒരു മെയ്വഴക്കവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെ ഇവരെയൊക്കെ മറികടക്കുന്ന ഒരു കാൻഡിഡേറ്റും അല്ലെങ്കിൽ ഇത്രയും ചുരുങ്ങിയ സമയം കൊണ്ട് ജനത്തിൻ്റെ ഇടയ്ക്ക് ഒരു ഐക്കണായിട്ടുള്ള സ്ഥാനാർത്ഥി ഈ സുരേഷ് ഗോപിയുടെ കൂട്ട് തന്നെ ശ്രീലേഖയാണ്. സുരേഷ് ഗോപിക്ക് ഇപ്പൊ ആ ഇമേജ് ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ശ്രീലേഖ എത്ര പറയുമ്പോഴും അവർ വരട്ടെ, ആരുടെ ഏത് പാർട്ടിയിലാണെങ്കിലും അവരെ പോലുള്ളവർ വേണം എന്നുള്ളൊരു കാര്യമാണ്. അതുപോലെ ക്രിസ്ത്യാനികൾക്കിടയ്ക്ക് ഷോൺ ജോർജിന് വലിയൊരു ഇമേജ് അല്ല, ഷോൺ കൊള്ളാം, അവനൊരു കാര്യം ഏറ്റെടുത്ത്. കാരണം കോൺഗ്രസ് മൊത്തത്തിൽ ഈ പറയുന്ന പോലെ പിണറായി വിജയന്റെ മകൾക്കെതിരെ ഒരു കേസ് കൊടുത്ത് വിജിലൻസ് കോടതി പോയി, എല്ലായിടവും പോയി. ഏറ്റവും ഒരു സുപ്രീം കോടതി വക്കീലായിരുന്നല്ലോ അദ്ദേഹം, MLA ആയിട്ടുള്ള, പുതിയ പേര് ഓർക്കുന്നില്ല, മാത്യു കൊടനാടൻ സുപ്രീം കോടതി അഡ്വക്കേറ്റ്. അയാൾ വിചാരിച്ചതൊക്കെ കേസ് വിജിലൻസ് കോടതി ചെന്ന് പറഞ്ഞ് എടുത്തുകൊണ്ട് പോയി, ഇതിനകത്ത് എന്തോ ഉണ്ടെന്ന് ചോദിച്ചു. ഷോൺ കൊണ്ടുപോയി ആ കേസ് ഇപ്പോഴും നടക്കുക. കേസിനകത്ത് കേസ് കോടതിയിൽ തർക്ക ഹർജി കൊടുത്തു അല്ലെ തടസ്സപ്പെടുത്തിയിരിക്കുന്നെങ്കിലും ഇവർക്കെതിരെ കേസ് എല്ലാ ഏജൻസി അന്വേഷിക്കത്തോളം കോടതിയിൽ നിന്ന് ഉത്തരവുണ്ട്. മഴക്കപ്പുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നം കേരളത്തിൽ നടന്നപ്പോഴും ഷോൺ ആയിരുന്നു അതിന്റെ. ഈ ക്രിസ്ത്യാനികളുടെ മാത്രമല്ല ഈ ഷോണിന്റെ പ്രത്യേകത ഈ സഭയുമായിട്ട് നല്ല ബന്ധം പുലർത്താൻ ഷോണിന് സാധിച്ചിട്ടുണ്ട്. PC ജോർജ് ആയിരുന്നപ്പോൾ തന്നെ PC ജോർജ് സഭയുമായിട്ട് നല്ല ബന്ധം പുലർത്തി. 30 വർഷത്തോളം പൂഞ്ഞാറിൽ MLA ആയിരുന്നു. ആ സമയത്ത് PC ജോർജിന്റെ ഇടപെടലിൽ ഈ K മാണി ഇല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ PC ജോർജ് ആയിരുന്നു കൂടുതൽ അഭിമതനാകേണ്ടത്. ഈ K മാണി ഇടിച്ചു കയറിയിട്ടാണ് അതെല്ലാം വെട്ടിയത്. ഇവിടെ PC ജോർജിന്റെ ആ പാരമ്പര്യം കാത്തു സൂക്ഷിക്കാനായിട്ട് ഷോൺ ജോർജിന് സാധിക്കുന്നു. സഭകളുമായിട്ട് നല്ല ബന്ധമുണ്ട്. ഇവിടെ BJPയുമായിട്ട് ഒരു നല്ല ടേംസിൽ പോകേണ്ടത് ക്രൈസ്തവ സമുദായത്തിന്റെ പുതിയ കാലഘട്ടത്തിൽ ആവശ്യമാണ്. അവിടെ K മാണിക്ക് പകരമായിട്ട് ജോസ് K മാണിയെ കാണാൻ പറ്റുന്നില്ല, PJ ജോസഫിനെ കാണാൻ പറ്റുന്നില്ല. അപ്പൊ പുതിയ കാലഘട്ടത്തിന്റെ പ്രതിനിധിയായിട്ട് അവർ കാണുന്നത് ഷോൺ ജോർജിനെയാണ്. ഈ ഷോൺ ജോർജ് കൊള്ളാമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോലും അഭിനന്ദിക്കുന്ന ഒരു കാലത്തിലേക്ക് നമ്മൾ മാറി. ഇനി അടുത്തത് ശ്രീലേഖയിലേക്ക് വരുമ്പോഴോ, ശ്രീലേഖ എന്ന് പറയുന്നത് IPS ഉദ്യോഗസ്ഥയായിരുന്നു. അവരെ കോർപ്പറേഷനിൽ മത്സരിക്കാനായിട്ട് ഇറക്കുന്നു. കോർപ്പറേഷൻ മത്സരിക്കാൻ ഇറക്കിയപ്പോഴാണ് ഒരു രാഷ്ട്രീയക്കാരി എന്ത് ആവണം, എങ്ങനെ ആവണമെന്ന് അവർ സ്വയം തെളിയിച്ചു. പക്ഷെ അവർക്ക് മേയറാകാൻ കഴിഞ്ഞില്ല. കാരണം മാധ്യമങ്ങളും മറ്റുള്ളവരും എല്ലാം കൂടെ സൃഷ്ടിച്ചെടുത്ത ഒരു ഇമേജിൽ അവർ കരുതി തന്നെ മേയറാക്കും. അങ്ങനെയല്ല ചെയ്തത്. ശരിക്കും അങ്ങനെ മേയറാകാതിരുന്ന ശ്രീലേഖ പക്ഷേ ജനങ്ങളുടെ ഇടയിൽ വലിയൊരു വികാരമായി മാറി. ഇന്നും കേരളത്തിൽ തിരുവനന്തപുരം മേയറേക്കാൾ കൂടുതൽ അറിയപ്പെടുന്ന ഒരു പക്ഷേ ശ്രീലേഖയായിരിക്കും. ആ ശ്രീലേഖയും തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവിൽ മത്സരിക്കണമെന്ന് മോദി തന്നെ ഇതിന് തീരുമാനമെടുക്കുന്നത്. മോദി ഇവിടെ ഒന്ന് പരിശോധിക്കുന്നതല്ല. ഇത് കൃത്യമായിട്ട് BJPയുടെ വിങ് അല്ലെങ്കിൽ RSSന്റെ വിങ് ഒരു അനാലിസിസ് നടത്തി ഒരു ലിസ്റ്റ് കൊടുക്കുന്നതായിരിക്കാം. ആ ലിസ്റ്റ് കൊടുക്കുമ്പോഴാണ് തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖരൻ മത്സരിക്കുന്ന മണ്ഡലവും വന്നത്. നേമത്ത് ഞാൻ മത്സരിക്കുന്നു. അങ്ങനെ പ്രധാനപ്പെട്ട 3 സ്ഥലങ്ങളിലേക്ക് BJP സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുമ്പോൾ ഈ രണ്ടുപേരും BJPയിൽ കൂടെ വന്നവരല്ല. അതായത് ഷോൺ ജോർജും അല്ല, ഈ പറയുന്ന ശ്രീലേഖയും അല്ല. പക്ഷെ അവർ എങ്ങനെയാണ് ജനങ്ങളുടെ ഇടയിൽ ഓളം സൃഷ്ടിച്ചതെന്ന് കാണിച്ചു തരികയും ചെയ്തു. അതുകൊണ്ട് ഈ 3 നേതാക്കളെ മുന്നിലേക്ക് നിർത്തിക്കൊണ്ടായിരിക്കാം മറ്റു 30 മണ്ഡലം അപ്പം ഈ 3 നേതാക്കളെ ഒരുപോലെ മുന്നിലേക്ക് അണിനിരത്തുന്നു. എന്നിട്ട് അതിനെ ചുറ്റി വളഞ്ഞുകൊണ്ട് ഒരു 30 പേരെ വിജയിപ്പിച്ചെടുക്കുക ഒരു നല്ല തന്ത്രമല്ല. ഈ തന്ത്രം ഒരുപക്ഷെ മോദിക്ക് അപ്പുറത്തേക്ക് അമിത്ഷായെ പോലെ ഒരു രാഷ്ട്രീയ ചാണക്യന്റെ തലയിൽ ഉദിച്ചതാണെങ്കിലോ? അല്ല, തീർച്ചയായിട്ടും അമിത്ഷാ ആണല്ലോ സോഷ്യൽ എഞ്ചിനീയറിംഗ് എല്ലാം കറക്റ്റ് ചെയ്യുന്നത്. അദ്ദേഹം തീരുമാനമെടുക്കുന്നു, പറയും. അതുകൊണ്ട് അദ്ദേഹം മോദിയുമായിട്ട് ചർച്ച ചെയ്യുന്നു, അവതരിപ്പിക്കുന്നു. മോദി മോശമാണെന്നല്ല. അമിത്ഷാ മോദി ഒരു കാര്യം ഏൽപ്പിച്ചാൽ 100% ചെയ്യണമെന്ന് പറയുമ്പോൾ അമിത്ഷാ 500% ചെയ്യുന്നത്. അത് മോദി പണ്ടേ പറഞ്ഞിട്ടുണ്ട്. കാരണം ഒരു സ്കൂട്ടറിൽ സഞ്ചരിക്കുന്ന മോദിയും അമിത്ഷായും, മോദി പുറയിലിരിക്കുന്നതാവുന്ന അമിത്ഷാ ഓടിക്കും. കോപ്പറേറ്റീവ് സൊസൈറ്റി തുടങ്ങിയതാണ്. ആദ്യമേ ഇദ്ദേഹം വരുമ്പം ഈ മോദി ഇദ്ദേഹത്തിന് ആകർഷണമായി ഇദ്ദേഹത്തിന്റെ ശിക്ഷനായിട്ട് വരികയാണ് അമിത്ഷാ. അപ്പം നമ്മൾ പറയുമല്ലോ ഇന്നതുപോലെ ഒരു കാര്യം ഏൽപ്പിക്കുമ്പം പുള്ളി ഉദ്ദേശിക്കുന്ന റിസൾട്ട് അല്ല, അതിന്റെ 10 ഇരട്ടി റിസൾട്ടാണ്. അപ്പൊ അങ്ങനെ വന്നപ്പോൾ ഇദ്ദേഹത്തിന്റെ ഒരു കഴിവ്, പ്രാപ്തി അതിന്റെ അറിയണമെങ്കിൽ നമ്മൾ പറയുമ്പം അതിശയിപ്പിച്ചപ്പോൾ അങ്ങനെയാണ് ഈ അമിത്ഷാ എല്ലാം സ്ഥിതി. അമിത്ഷാ ഗുജറാത്തിൽ കയറണ്ടെന്ന് പറഞ്ഞൊരു കേസിനകത്ത് വിധി വന്നു. ജാമ്യം കൊടുത്തപ്പോൾ പറഞ്ഞു ഗുജറാത്തിൽ കയറാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ഒരു കൊല്ലത്തേക്ക് ഗുജറാത്തിൽ കയറത്തില്ല. അന്നാണ് 2014 ഇലക്ഷന് മുമ്പുള്ള സമയം. അന്നേരം ഇദ്ദേഹത്തിന്റെ അടുത്ത് ചോദിച്ചു എവിടെ വേണം നിങ്ങൾക്ക് അല്ലെങ്കിൽ പറഞ്ഞു UP മതി എന്ന് പറഞ്ഞു.
യു പിയിൽ അന്നത്തെ BJPയുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ BJP ഇല്ല, 4-5% വോട്ടും ഇല്ല. തമ്മിലടിയും പ്രശ്നമാണ് അവിടെ. എല്ലാ പാർട്ടിക്കകത്തും തമ്മിലടിയാണല്ലോ, സ്ഥിരമായിട്ട് ആർക്കും ഭരിക്കാൻ പറ്റത്തില്ലല്ലോ. ഒരു പാർട്ടിയുടെ ഒരു മുഖ്യമന്ത്രി വന്നാൽ തന്നെ അറിയാം, ഏത് പാർട്ടിയുടെ ആയാലും ഇടയ്ക്കിടയ്ക്ക് മാറിക്കൊണ്ടിരിക്കും. ഈ സമയത്ത് അദ്ദേഹം അവിടെ പ്രവർത്തിക്കുകയാണ്. അദ്ദേഹം അവിടെ പ്രവർത്തിച്ചു. ലോക്സഭ ഇലക്ഷൻ്റെ ചാർജ് പുള്ളിക്കായിരുന്നു. ആണ്ട് 80 സീറ്റുണ്ട്. ഇത് നമ്മളന്ന് കേട്ട അന്നേരം ഈ അവിടെ ഇലക്ഷന് യാതൊരു കാരണവശാലും നരേന്ദ്രമോദിയാണ് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് വരുന്നത്. ആർക്കും ഉദ്ദേശമില്ല മോദി അവിടെ ഈ അധികാരത്തിൽ വരുമെന്നോ BJPയുടെ പ്രധാനമന്ത്രി വരുമെന്നോ. എല്ലാവരും വിചാരിക്കുന്നത് 3ാം UPA സർക്കാർ അധികാരത്തിൽ വരുന്നു. അപ്പം ഇവിടെ കഴിഞ്ഞപ്പോഴത്തേന് ഇദ്ദേഹമാണല്ലോ ഇവിടെ ചേർന്ന് UP ആര് വരും, അവിടെ അവർ ലോക്സഭ വരും. അപ്പം ഇദ്ദേഹത്തിൻ്റെ നിന്ന് ചോദിക്കും, ഞാൻ നേരിട്ട് പത്രക്കാർ ചോദിച്ചപ്പോൾ ഇദ്ദേഹം പറഞ്ഞു 80 സീറ്റുണ്ടല്ലോ, അത് 75-ൽ പുറത്തെന്ന് പുള്ളി പറഞ്ഞു. പത്രക്കാരെല്ലാം കൂടെ കളിയാക്കി ചിരിച്ചു. കാരണം അവിടെ അതിനു മുമ്പ് എത്ര സീറ്റുണ്ട്, 3-4 എങ്ങാണ്ടേ ഉള്ളൂ. 75-ൽ പുറത്തെന്ന് പറഞ്ഞു. അപ്പം പത്രക്കാർ പറഞ്ഞു വോട്ടെണ്ണിക്കഴിഞ്ഞൊന്ന് കാണണേ, അന്ന് വൈകിട്ട് ഒന്ന് കാണണേ. അദ്ദേഹം പറഞ്ഞു കാണാം. അവസാനം അവിടുത്തെ റിസൾട്ട് വന്നപ്പോൾ എത്ര സീറ്റ് ഉണ്ടായിരുന്നു? ഏതാണ്ട് 5-6 സീറ്റ് എതിർ പാർട്ടിക്ക് മാത്രമുണ്ട്. ഏതാണ്ട് 72-ൽ പുറത്ത്, അത്ര പുറത്ത് സീറ്റ് ഉണ്ടായിരുന്നു. അത് ഒന്നുമില്ലാത്തടത്തുനിന്ന് BJPയുടെ സീറ്റാണ് വന്നത്. ആ 2000 ആദ്യം മോദി അധികാരത്തിൽ വരുമ്പോൾ UPയിലെ സീറ്റ് കണ്ടിട്ട്, ലോക്സഭാ സീറ്റ് കണ്ട് ഞെട്ടിപ്പോയി. കാരണം ഒന്നുമില്ലാത്തടത്തുനിന്ന് അവിടെ ഇദ്ദേഹത്തിൻ്റെ പ്രവർത്തനമാണ്. അത്രയ്ക്ക് സോഷ്യൽ എഞ്ചിനീയറിങ്, അത്രയ്ക്ക് എവിടെ അടിച്ചാൽ എവിടെ കൊള്ളും, ഏത് മനസ്സിലാവുന്നുണ്ട് എന്നുള്ള രീതിയിലേക്കുള്ള കാര്യം. അതിനുശേഷം നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പും ഇതുവരെയുള്ള തെരഞ്ഞെടുപ്പും ഒക്കെ പരിശോധിക്കുമ്പോൾ ഇതിൻ്റെ പുറകിൽ മോദി മാജിക് എന്ന് പറയുന്നത് അമിത്ഷായുടെ തന്ത്രമാണ്. ഇവർ രണ്ടുപേരുടെയും കൂടെ ഉള്ളൊരു ആണം ഏൽപ്പിച്ചിട്ട് പോകാം വിശ്വസിച്ച്. മനസ്സിലാവുന്നുണ്ട് കാര്യങ്ങൾ ആ ഏൽപ്പിക്കുന്നതിനപ്പുറം കാര്യം. അപ്പം ഇവിടെയും അമിത്ഷാ വന്നിട്ട് പോയല്ലോ, അതിന് ശേഷമാണല്ലോ മോദി വന്നത്. ഇനിയുള്ള കാര്യങ്ങൾ അദ്ദേഹം അവിടെ ഇരുന്നാൽ മതി, തീരുമാനിക്കും. അപ്പം ഇവിടെയും അക്കൗണ്ട് തുറക്കണമെങ്കിൽ തുറന്നാൽ പിന്നെ തടുക്കാൻ പറ്റത്തില്ല. അത് BJP എവിടെ കയറിയിട്ടുണ്ടോ അവിടെ എല്ലാം അവർ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. മനസ്സിലാവല്ലോ. ഏറ്റവും അവസാനം മഹാരാഷ്ട്ര നമുക്ക് നോക്കാം, എവിടെ ആയാലും. കാരണം അവരതുപോലെ വേറൊന്നുമല്ല, അതിനകത്ത് വേറെ തന്ത്രവും വേറെ മാജിക്കും ഒന്നുമില്ല. അവരെ ഏൽപ്പിക്കുന്നു, അവരാ കാര്യം കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. കാരണം പിന്നെ ജനത്തിൻ്റെ ഇടയ്ക്ക് നമ്മളൊരു ഇപ്പം സിനു മോശമോ എന്ന് ഞാൻ വട്ടം നടന്ന് പറയുക. സിനു ഇറങ്ങി നിന്നിട്ട് ഞാൻ മോശമാണെന്ന് പറയുന്നിടത്ത് സിനുവിനെ പറ്റി അവർ ധരിക്കുമ്പോൾ ഒരു കുഴപ്പമില്ല, ഇയാൾ ഇമ്മ വായി വരുന്ന പറഞ്ഞു നടക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാനൊക്കത്തില്ല. അത് തന്നെ ഇവിടെ സംഭവിക്കും. ഇവിടെ ഇപ്പം അക്കൗണ്ട് തുറക്കേണ്ടത് ആവശ്യമാണ്, അതിനുള്ള സാഹചര്യമുണ്ട്. അപ്പോൾ ആ സാഹചര്യം ഉരുത്തിരിച്ചെടുക്കുക. തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ പോലും അതിനകത്ത് വിജയിക്കണം. അതിനുവേണ്ടിയാണ് സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നത്, ജയിക്കുന്നിടത്ത് തീരുമാനിക്കുന്നത്. ഏറ്റവും ജയിക്കാൻ സാധ്യതയുള്ള, ഏറ്റവും വേണ്ടപ്പെട്ടതായിട്ടുള്ള ആൾക്കാരെയാണ് തീരുമാനിക്കുന്നത്. അതിനകത്ത് മോദി ഇടപെടുന്നുണ്ടാവും, അമിത്ഷാ ഇടപെടുന്നുണ്ടാവും. അങ്ങനെയായിരിക്കും ഇവിടെ തീരുമാനം. അത് തന്നെയായിരിക്കും ഏറ്റവും ആദ്യത്തെ സ്ഥാനാർത്ഥി ലിസ്റ്റ് കൊണ്ട് നമ്മൾക്ക് ബോധ്യമാകുന്നത്. അതിനകത്ത് ഈ സിനു പറഞ്ഞതുപോലെ ഈ 3 സ്ഥാനാർത്ഥികൾ കഴിവുള്ളവൻ. ഇനി BJP പാരമ്പര്യമായിട്ട് BJP ആണെന്നൊന്നുമില്ല. അവരെ BJP ഈ പറയുന്നത് ഉൾക്കൊള്ളും, അവരെ BJP ഏറ്റെടുക്കും, അവർക്ക് എത്താവുന്നിടത്തെല്ലാം എത്തിക്കുകയും ചെയ്യും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.